CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വികസന കാഴ്ചപ്പാടും ലക്ഷ്യബോധവുമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നാരോപിച്ച് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള ഇടതുപക്ഷ മെമ്പർമാർ ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. പൊന്നയൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് ദിശാബോധമില്ലാത്ത ബജറ്റെന്നാരോപിച്ച് പ്രതിപക്ഷം ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. ഇടതുപക്ഷ ഭരണസമിതി തുടക്കം കുറിച്ച ഒട്ടേറെ ജനക്ഷേമ പദ്ധതികളിലൊന്നിനും ഈ ബജറ്റിൽ തുടർച്ചയുണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. നിർമ്മാണം പൂർത്തിയാകാത്ത സബ് ട്രഷറി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് MLA AC മൊയ്തീൻ ജനങ്ങളെ വഞ്ചിച്ചെന്നാരോപിച്ച് BJP നേതൃത്വത്തിൽ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ബസ്സിൽ പെൺകുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പുന്നയൂർക്കുളം സ്വദേശിക്ക് 5 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ. പുന്നയൂർക്കുളം ചമ്മനൂർ താഴത്തേതിൽ 54 വയസ്സുള്ള സുധാകരനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S. ലിഷ കുറ്റക്കാരനാണെന്നു കണ്ടെത്തി ശിക്ഷിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ പന്നിത്തടം ചേമ്പൻ റോഡ് പ്രദേശവാസികൾക്ക് മാസങ്ങളോളമായി കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സാനിറ്ററി നാപ്കിനുകളുടെ സംസ്കരണത്തിനായി ഹരിത കേരള മിഷൻ വടക്കേകാട് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകിയ ഇൻസിനറേറ്ററിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ജിൽസി ബാബു നിർവഹിച്ചു. ചാവക്കാട് ക്ഷീരവികസന യൂണിറ്റിന്റെയും ആത്മയുടെയും ആഭിമുഖ്യത്തിൽ വടക്കേകാട് പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗം വനിതകൾക്കായി പാലുൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയ്ക്കു വേണ്ടി പുതുതായി പണിയുന്ന ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിന്റെ കട്ടിളയുടെ വെഞ്ചരിപ്പും സ്ഥാപനകർമ്മവും അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ നിർവഹിച്ചു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ചാവക്കാട് ബ്ലോക്ക് തല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. വടക്കേകാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചൂണ്ടൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരിച്ച ദേവസ്വം ഓഫീസറുടെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിന്റെ 93ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന നടന്നു. ശനിയാഴ്ചയാണ് വാർഷികാഘോഷം. കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റലിന് നഗരസഭയുടെ ആദരം. നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന സ്വച്ഛ് സർവേക്ഷൺ സർവേയിൽ മികച്ച ശുചിത്വവും മാലിന്യ സംസ്കരണവും പാലിക്കുന്ന ആശുപത്രിയായി കുന്നംകുളം ദയ റോയൽ ആശുപത്രിയെ തിരഞ്ഞെടുത്തു. ചൂണ്ടൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചു നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം നടന്നു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ പറവകൾക്ക് സ്നേഹതണ്ണീർക്കുടം പദ്ധതി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.